ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ശ്രീലേഖ ഉണ്ണിത്താൻസ് വേൾഡ്. ഇന്ന് വളരെ നമ്മൾ സ്പെഷ്യലായിട്ടുള്ള ഒരു കറിയാണ് ഉണ്ടാക്കുന്നത്. ഇതെന്താണെന്ന് ആർക്കെങ്കിലും അറിയാമോ? ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ കടലയുടെ ഇല ഇങ്ങനെ ഉണക്കിയെടുത്തതാണെന്ന് പറിച്ചിട്ട് ഇലയൊന്ന് ഉണക്കിയെടുത്തതാണ്. കിളുനിലകളാണെന്നാണ് എൻ്റെ വിശ്വാസം. ഇതൊരു മഹാരാഷ്ട്രയിലും കർണാടകത്തിലുമൊക്കെ ആളുകൾ ഇത് എപ്പോഴും ഇതിൻ്റെ കറി ഉണ്ടാക്കി കഴിക്കാറുണ്ട്. ഇതിൻ്റെ കറി എന്ന് പറഞ്ഞാൽ പലതരത്തിലുണ്ടാക്കാം. ഞാൻ ഇന്ന് വളരെ സിമ്പിളായിട്ടുള്ള ഒരു സ്റ്റൈലിലാണ് ഇതിൻ്റെ കറി ഉണ്ടാക്കുന്നത്. അപ്പം അതെങ്ങനെയാണെന്ന് ഞാൻ നിങ്ങളെ ഒന്ന് കാണിച്ചു തരാം. ഫോർ മൈ ഹിന്ദി സബ്സ്ക്രൈബേഴ്സ്, നമ്മൾ ഇന്ന് आज हम चने का पत्ता, सूखा पत्ता का भाजी कैसे बनाते हैं वही आपको दिखाते हैं. मैंने जो चना का पत्ते हैं उसका भाजी बनाने के लिए बड़ा बड़ा लहसुन का 5 कलियाँ लिया है, 5 ग्रीन चिली लिया है और 3 टेबल स्पून ग्राउंडनट पाउडर लिया है. ഞാൻ കടല ഇലയുടെ കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വലിയ 4 അല്ലി വെളുത്തുള്ളി, 4 പച്ചമുളക് എടുത്തിട്ടുണ്ട്, 3 ടേബിൾ സ്പൂൺ കപ്പലണ്ടിയുടെ പൗഡർ എടുത്തിട്ടുണ്ട്, പിന്നെ എണ്ണയുണ്ട്, കടുകുണ്ട്, മഞ്ഞൾപ്പൊടിയുണ്ട്, ഉപ്പുണ്ട്. അതുകൊണ്ടാണ് ഉണ്ടാക്കുന്നത്. അത് ഞാൻ ഇതൊന്ന് ഇടിച്ചെടുക്കട്ടെ. ഞാൻ കറി ഉണ്ടാക്കാൻ വേണ്ടി ഒരു 2.5 ടേബിൾ സ്പൂണ് എണ്ണ ഒരു കടയിലേക്ക് എടുത്തു. ഇനി അതിലേക്ക് നമ്മൾ കടുകിട്ട് കൊടുക്കാൻ പോവുകയാണ്. ചെറിയ കടുകാണ്. मैंने कढ़ाई में तेल लिया, उसमें राई डाल दिया है. राई बस्ट होने के टाइम तक जो लहसुन और ग्रीन चिल्ली का पेस्ट उसमें ऐड करेंगे. കടുക് പൊട്ടി കഴിയുമ്പോൾ നമ്മൾ ഇടിച്ചു വെച്ച വെളുത്തുള്ളിയും പച്ചമുളകിൻ്റെയും പേസ്റ്റ് അതിലേക്ക് ഇട്ട് കൊടുക്കും. നമ്മുടെ കടുക് പൊട്ടി വന്നു. അതിലേക്ക് ഞാൻ ഇടിച്ചു വെച്ച പച്ചമുളകും വെളുത്തുള്ളിയുടെ പേസ്റ്റ് ഇട്ട് കൊടുക്കുക. പച്ചമുളകും വെളുത്തുള്ളിയൊക്കെ ഒന്ന് വഴന്നു വരുമ്പോൾ നമ്മൾ കഴുകി വെച്ച ചണയുടെ ഇല എന്ന് വെച്ചാൽ കഴുകി വെച്ച കടലയുടെ ഇല, അതിൽ പൊടിയൊക്കെ കാണും, അതുകൊണ്ടാണ് കഴുകി വെച്ചത്. അപ്പോൾ നമ്മുടെ വെളുത്തുള്ളിയുടെ പച്ചമുളകും ഒക്കെ ഒന്ന് വഴന്നു വന്നു. അതിലേക്ക് ഞാൻ ഈ കഴുകി വെച്ച ഇല ചേർത്ത് കൊടുക്കുകയാണ്. लहसुन और हरी मिर्ची का रौनक जाने के बाद, थोड़ा पकने के बाद, मैंने 2 कर लिए ला चने का पत्ता वो डाल दिया है. इसलिए धोना है कि उसके ऊपर डस्ट ऐसा कुछ है तो निकल जाना चाहिए. अभी ये थोड़ा सा पकना चाहिए. थोड़ा सा पानी मैं इसमें स्प्रिंकल करती ये पकने के लिए. 1-2 ടേബിൾ സ്പൂൺ നമ്മൾ കടലയില ഇട്ട് കൊടുത്തു. അതൊന്ന് വെന്ത് വരാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു 2 ടേബിൾ സ്പൂണ് വെള്ളം ഒന്ന് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുത്തു. ഇനി തീ കുറച്ച് വെച്ച് ഇത് അടച്ച് വെച്ചിട്ട് വേവിക്കണം. अभी मैंने गैस कम कर इसको एक ढक्कन लगाकर पका रहे. नमक डालना है. नमक डालने के टाइम संभाल कर डालना है, क्योंकि जो लीफी वेजिटेबल में जो पकने के बाद वो कम हो जाता है तो नमक ज़्यादा होने का चांसेस है. ഉപ്പ് ചേർക്കുമ്പോൾ കുറച്ചേ ചേർത്ത് കൊടുക്കാവൂ. കാരണം പച്ച ഇലക്കറികളിൽ വെന്ത് വരുമ്പോൾ അത് കുറച്ചേ കാണത്തുള്ളൂ. അപ്പോൾ ഉപ്പ് കൂടുതലാകാൻ ചാൻസ് ഉണ്ട്. നമുക്ക് ഇതൊന്ന് അടച്ചു വെച്ച് വേവിക്കാം.
നമ്മുടെ കടലയുടെ ഇലയൊക്കെ ഒരുവിധം വെന്ത് വന്നു. ഞാൻ അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടെ ചേർത്ത് കൊടുത്തു. अपना चना का भाजी थोड़ा बहुत पक गया है 80%, और उसके ऊपर मैंने 1/2 टीस्पून हल्दी पाउडर डाल दिया. ये टाइम में नमक चेक करना है. मेरा कम था, मैंने थोड़ा डाल दिया. ഇപ്പോൾ ഉപ്പ് നോക്കണം, കുറവാണെന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കണം. ഇനി ഇതിലേക്ക് ഞാൻ പൊടിച്ചു വെച്ച കപ്പലണ്ടി അത് ചേർക്കാൻ പോവാണ്. हम इसके अंदर ग्राउंड नट का पाउडर ऐड कर दें. अपना चने का पत्ते का भाजी रेडी हो चुका है. मैंने टेस्ट करके देखा, एकदम टेस्टी है. आप लोग ऐसा बना कर देखिए. നമ്മുടെ കടലയുടെ ഇല കൊണ്ടുള്ള കറി തോരന് റെഡി ആയിട്ടുണ്ട്. അതിൽ ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കി, വളരെ ടേസ്റ്റിയാണ്, ഹെൽത്തിയാണ്. അപ്പോൾ കടലയുടെ ഇല ഇങ്ങനെ കിട്ടുമെങ്കിൽ നിങ്ങൾ ഉണ്ടാക്കി നോക്കണം. ഇത് ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. വീണ്ടും ഒരു വീഡിയോയുമായി കാണുന്നത് വരെ നന്ദി, നമസ്കാരം. ये भाजी अच्छा लगा तो लाइक करना, फ्रेंड्स के शेयर करना, और जो सब्सक्राइब नहीं किया तो सब्सक्राइब करना. और एक वीडियो लेकर आने के टाइम तक थैंक यू सो मच.